agriculture is the future. This is the power of agriculture. Our country is an agricultural land. 60% of people belong to agricultural background. Once in a lifetime, you need to meet a doctor, a lawyer, a teacher. But every day, you need to meet a farmer. പാലക്കാട് കോയമ്പത്തൂർ നാഷണൽ ഹൈവേൻ്റെ സൈഡിലാണ്. ഇവിടെ ഒരു ബ്രഹ്മാണ്ഡം സാധനം വരുന്നുണ്ട്. കൂട്ടുകാരെ എല്ലാവർക്കും സുമേഷ് ചേട്ടൻ ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മൾ നിൽക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ നാഷണൽ ഹൈവേൻ്റെ സൈഡിലാണ്. ഇവിടെ ഒരു ബ്രഹ്മാണ്ഡം സാധനം വരുന്നുണ്ട്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പാലച്ചാടിന് ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും എല്ലാവരുടെ. ഇപ്പോൾ പാലക്കാടിൻ്റെ മുഖച്ഛായ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസഫലി പണി പറ്റിച്ചു. അപ്പോൾ ആർക്കും വേണ്ടാതെ കിടന്നൊരു സ്ഥലമാണത്. നോക്കിയാൽ തരിശു പറമ്പ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും ചങ്കൂറ്റത്തോടെ ഒരു മാള് പണിയണമെങ്കിൽ ആളിനെ സമ്മതിക്കും. ആൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് വിജയിക്കുമോ എന്താണെന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിന് മറ്റുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല എന്നുള്ളത് ഓർക്കണം. അടുത്തൊരു പാലാന ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാലക്കാട് കാഴ്ചപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനായിട്ട് ഒരുപാട് വലിയ ഷോപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. യൂസഫലിയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ അദ്ദേഹത്തിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ബിസിനസ് ചിന്തിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യത്തിൽ ഇവിടെ തുടങ്ങിയത്. ഇനി ബിസിനസ്സുകാർ ഇങ്ങോട്ടായിരിക്കും ഒഴികെ പാലക്കാട് ടൗണിൽ നിന്നും കൂടുതൽ ആളുകൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ ഭാഗത്തായിരിക്കും. കാഴ്ചപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറഞ്ഞ് ഈ ഭാവിയിൽ ആകാൻ പോകുന്നത് ഈ സ്ഥലം തന്നെയായിരിക്കുന്നത് ഗ്യാരണ്ടിയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു മാൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഞാൻ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ഗൾഫ് രാജ്യത്താണ് കണ്ടിട്ടുള്ളത്. അതായത് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ പുരോഗമിച്ച് എന്താ പറയുക പണി തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലറിയാലോ മറ്റുള്ള ബിൽഡിങ്ങുകൾ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പണിത് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും പണിത് തീരില്ല. ഒരു പാലം പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബിൽഡിങ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ് കാലത്തും വൈകിട്ടൊക്കെ ഈ വഴിക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ വേഗത്തിലാണെന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് ഇത് പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട. പാമ്പുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ആരും ഇറങ്ങാത്തൊരു തൂണയിൽ കൂടിയിട്ടാണ് നമ്മൾ ഈ ഇറങ്ങിയിട്ടുള്ളത്. പടച്ചോനെ കടിക്കല്ലേ അമ്മേ. റോഡിങ് ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബഹളമാണ്. അതുകൊണ്ടാണ് ഈ സിഗ്നലിൻ്റെ അവിടെ ബാക്കിൽ കാണുന്നതാണ് കിടക്കാച്ചി സാധനം.